ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്പർ സിസ്റ്റം എന്ന ചാപ്റ്ററിലുള്ള കുറച്ച് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് എടുക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ വാല്യൂ ഓഫ് √32 പ്ലസ് √48 ഡിവൈഡ് ബൈ √8 പ്ലസ് √12 ഈസ് ഈക്വൽ ടു √248. അപ്പോൾ ഏതാ വരിക? √32 എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്തിട്ട് നമുക്ക് അതിനെ മാറ്റി എഴുതാം. അതായത് √32 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 1 6 2 2 4 2 2, അതായത് 4√2 ആണ്. അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ മാറ്റി എഴുതാം? 4√2, അതായത് രണ്ടെണ്ണത്തിൽ നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ ഇതിനെ നമുക്ക് റൂട്ടിൽ നിന്ന് പുറത്തെടുക്കും. ഇത് 2, ഇത് അങ്ങനെ 2 2 ഓരോ 2 എടുക്കുക. അപ്പൊ 4, ഇതിന് പെയറില്ല, അപ്പൊ അതിനെ √2 പ്ലസ് 48 എന്ന് പറയുന്നത് അതേപോലെ 2 1 2 2 6 ആയി 2 3. അപ്പോൾ നമുക്ക് അത് എന്ത് വരും? 4√3 എന്ന് വരും. 4√3 ഡിവൈഡ് ബൈ √8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2√2 ആണ്. 2√2 പ്ലസ് √12 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2√3. എല്ലാം പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്തിട്ട് മാറ്റി എഴുതാം. ഇനി ഇതിൽ നമുക്ക് ന്യൂമറേറ്റർ എന്ത് ചെയ്യുക? 4 കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ എന്ത് വരും? √2 പ്ലസ് √3 എന്ന് വരും. അതേപോലെ ഡിനോമിനേറ്ററിൽ രണ്ടിലും 2 കോമൺ ആയിട്ടുണ്ട്. അപ്പോൾ 2 കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കുക. √2 പ്ലസ് √3. അപ്പോൾ ഇവിടെ എന്ത്? ഇത് രണ്ടും ക്യാൻസൽ ആവും. 4/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2. അപ്പോൾ ഇതിൻ്റെ ആൻസർ 2 എന്ന് വരും. അടുത്ത ക്വസ്റ്റ്യൻ ദ വാല്യൂ ഓഫ് √6 ഇൻറ്റു √27 ആണ് നമുക്ക് കാണേണ്ടത്. √6 ഇൻറ്റു √27. അപ്പോൾ ഇതിൽ നമുക്ക് √6 √3 ഇൻറ്റു √2 ആണ്. അതേപോലെ √27 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ്? 27 എന്ന് പറയുമ്പോൾ 3 9 3 3 3√3 ആണ്. 3√3. അപ്പോൾ √3 ഇൻറ്റു √3 3 ആയി. 3 ഇൻറ്റു 3 9 9√2. അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 9√2. ദ വാല്യൂ ഓഫ് 4th റൂട്ട് ഓഫ് 81 raised to -2 ആണ്. അപ്പോൾ 81 raised to -2 raised to 1/4 എന്നാണ് വരുന്നത്. അപ്പോൾ 81 എന്ന് പറയുന്നത് എന്താണ്? 9 സ്ക്വയർ. 9 സ്ക്വയർ ഇൻറ്റു -2 raised to 1/4. അപ്പോൾ 9 raised to -4 ഇൻറ്റു 1/4. 4 4 ക്യാൻസൽ ആയിട്ട് 9 raised to -1 എന്ന് പറയും. 9 raised to -1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/9. അടുത്ത ക്വസ്റ്റ്യൻ ദ വാല്യൂ ഓഫ് 256 raised to 0.16 ഇൻറ്റു 256 raised to 0.09 ആണ് കാണുന്നത്. അപ്പോൾ 256 raised to ഇതിന് രണ്ടിനെ എന്ത് ചെയ്യുക? a raised to m ഇൻറ്റു a raised to n, a raised to m plus n. അപ്പോൾ 0.16 പ്ലസ് 0.09 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 256 raised to 0.25 എന്ന് വരും. 0.25 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്താൽ അതിനാ 256 raised to 25/100. 25/100 ആണ് 0.25. അപ്പോൾ 256 raised to 1/4 എന്ന് വരും. 256 എന്ന് പറയുന്നത് 4 raised to 4 ആണ്. പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്ത് നോക്കിയാൽ നമുക്ക് 4 raised to 4 എന്ന് കിട്ടും. 4 raised to 4 ഇൻറ്റു 1/4. അപ്പോൾ ഇത് നമുക്ക് ക്യാൻസൽ ആവുമ്പോൾ 4 എന്ന് വരും. ആൻസർ 4 ആണ്. അടുത്തത് √10 ഇൻറ്റു √15 ഈസ് ഈക്വൽ ടു. √10 എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? √5 ഇൻറ്റു √2. അതേപോലെ √15 എന്ന് പറയുന്നത് √3 ഇൻറ്റു √5. √5 മൾട്ടിപ്ലൈ ചെയ്താൽ 5. √2 ഇൻറ്റു √3 √6. അപ്പോൾ 5√6 എന്ന് വരും. അടുത്തത് 2√3 പ്ലസ് √3. നമുക്ക് രണ്ട് റാഷണൽ നമ്പർ √3 ഇവിടെ 1 ഉണ്ട്. അപ്പോൾ 2 + 1 എന്ന് പറഞ്ഞാൽ 3 ആണ് വരിക. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഇറാഷണൽ? അപ്പോൾ ഇതിൽ നമ്മൾ റാഷണൽ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ? p/q ഫോമിൽ എഴുതുന്ന നമ്പേഴ്സ് റാഷണൽ നമ്പർ. അപ്പോൾ p/q ഫോമിൽ എഴുതാൻ പറ്റാത്ത നമ്പേഴ്സിന് നമ്മൾ ഇറാഷണൽ എന്ന് പറയും. ഇപ്പോൾ ഇവിടെ √4 എന്ന് പറഞ്ഞാൽ 2 ആണ്. √9 എന്ന് പറഞ്ഞാൽ 3 ആണ്. 2/3 ഇത് റാഷണൽ നമ്പറാണ്. √12 എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? √4 ഇൻറ്റു √3, അതായത് 4 ഇൻറ്റു 3 ആണ് 12 ഡിവൈഡ് ബൈ √3. അപ്പോൾ √3 ക്യാൻസൽ ആകും. ഇവിടെ √4 വരും. √4 എന്ന് പറഞ്ഞാൽ 2 ആണ്. 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? റാഷണൽ നമ്പറാണ്. ഇത് ഇറാഷണൽ നമ്പർ. √9 എന്ന് പറഞ്ഞാൽ 9 ആണ്. സോറി, √81 എന്ന് പറഞ്ഞാൽ 9 ആണ്. അപ്പോൾ √7 ആണ് ഇറാഷണൽ നമ്പർ. അടുത്ത ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഇറാഷണൽ? അപ്പോൾ ഇവിടെ ഇറാഷണൽ നമ്പർ ഏതാ? ഇവിടെ ഇപ്പോൾ
ഇറേഷണൽ നമ്പറിന്റെ ഡെസിമൽ എക്സ്പാൻഷൻ എങ്ങനെയാണ്? നോൺ ടെർമിനേറ്റിംഗ്, നോൺ റിപ്പീറ്റിംഗ് അല്ലെ നോൺ റിക്കറിങ്. അതാണ് നമ്മുടെ ഇറേഷണൽ നമ്പറിന്റെ ഡെസിമൽ എക്സ്പാൻഷൻ. ടെർമിനേറ്റിംഗ് ആണെങ്കിലും നോൺ ടെർമിനേറ്റിംഗ് റിപ്പീറ്റിംഗ് ആണെങ്കിലും എന്തായിരിക്കും? അത് റാഷണൽ നമ്പർ ആയിരിക്കും. അപ്പോൾ ഇത് ടെർമിനേറ്റിംഗ് ആണ്, അപ്പോൾ ഇത് റാഷണൽ നമ്പർ ആണ്. ഇത് നോൺ ടെർമിനേറ്റിംഗ് റിപ്പീറ്റിംഗ് വന്നു അല്ലെ, മേലെ വര വന്നു കഴിഞ്ഞാൽ റിപ്പീറ്റിംഗ് എന്നർത്ഥം. അപ്പോൾ ഇത് റാഷണൽ നമ്പർ. അതുപോലെ ഇതും റാഷണൽ നമ്പർ ആണ്. അപ്പോൾ ഇറാഷണൽ നമ്പർ ഇത് നോൺ ടെർമിനേറ്റിംഗ്, നോൺ റിപ്പീറ്റിംഗ്. ഇനി അടുത്തത് 1/√9 - √8 ഈസ് ഈക്വൽ ടു. അപ്പോൾ ഇതിന് നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ ആൻസറിൽ √9 ഒന്നും ഇല്ല. അപ്പോൾ ആദ്യം തന്നെ √9 നമുക്ക് എന്ത് ചെയ്യാം? 1/√9 എന്ന് പറഞ്ഞാൽ എന്താണ്? 3 -√8 റാഷണലൈസ് ചെയ്യുക. 3 + √8 ഡിവൈഡ് ബൈ 3 + √8. അപ്പോൾ ഇത് 3 + √8 ഡിവൈഡ് ബൈ a² - b². അപ്പോൾ 3² എന്ന് പറഞ്ഞാൽ 9 - b² എന്ന് പറഞ്ഞാൽ √8ന്റെ സ്ക്വയർ 8. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 3 + √8 ആണ്. അപ്പോൾ 3 + √8 എന്നുള്ളത് ഓപ്ഷനിൽ ഇല്ല. √8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് എഴുതാം? നമുക്ക് 2√2 എന്ന് എഴുതാം. അപ്പോൾ 3 + 2√2 ആണ്. അതായത് √8നെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ 2 4 2 2 എന്ന് വന്നു. അപ്പോൾ പെയറുള്ളത് ഇത് റൂട്ടിന് പുറത്ത് വരുമ്പോൾ 2, ഇതിന് പെയറില്ല, അപ്പോൾ √2. അപ്പോൾ അതിന് 3 + 2√2 എന്ന് എഴുതാം. അടുത്തത് 125 raised to x is equal to 25, then the value of x. 125 എന്ന് പറയുന്നത് 5³ ആണ്. അപ്പോൾ 5 raised to 3x is equal to 525 എന്ന് പറയുന്നത് 5². ബേസ് സെയിം ആയാൽ അതിൻ്റെ പവർ ഈക്വൽ എഴുതാം. അപ്പോൾ x is equal to നമുക്ക് എന്ത് കിട്ടി? 2/3. x is equal to 2/3. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. അതുപോലെ വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്തു.